നമസ്കാരം. അഫ്ഗാന്റെ അതിർത്തി പ്രദേശങ്ങൾ കടന്ന് പാക് വ്യോമസേന നടത്തുന്ന ആക്രമണങ്ങളിൽ മരണസംഖ്യ ഏറുകയാണ്. 3 കുട്ടികളും 5 സ്ത്രീകളുമാണ് നിലവിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തി ചെക്ക് പോസ്റ്റ് ആക്രമിച്ച് 7 സൈനികരെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാര നടപടിയാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് പാകിസ്ഥാൻ ആക്രമണത്തിന് വില നൽകേണ്ടി വരുമെന്ന് താലിബാൻ സർക്കാർ വക്താവ് സബീബുള്ള മുജാഹിദ് അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇരു അതിർത്തികളിലും, അതായത് പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തികളിൽ കൂടുതൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആക്രമണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന് വ്യോമാക്രമണം നടത്തിയെന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുമുണ്ട്. ഹഫീസ് ഗുൽ ബഹാദൂർ ഗ്രൂപ്പിലെ തീവ്രവാദി സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം എന്നുകൂടി പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളോട് പറയുന്നു. അതിനോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭൂമിയിൽ 100 കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരായ തെഹ്രികെ ഈ താലിബാൻ തീവ്രവാദി സംഘത്തെയും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് തങ്ങൾ എന്നാണ് മന്ത്രാലയം അറിയിക്കുന്നത്. 2ാം താലിബാൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അത്ര മികച്ച ബന്ധമല്ല ഉള്ളത്. എന്തായാലും ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ആക്രമണങ്ങൾ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. പാകിസ്ഥാൻ തന്നെ പരിശീലിപ്പിച്ചു വിട്ട തീവ്രവാദികളാണ് നിലവിൽ അവർക്കെതിരെ തിരിഞ്ഞു കൊത്തുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.